ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്ത് ദുരന്ത നിവാരണ നിയമത്തെ പറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പിന്നെ ദുരന്ത പ്രതികരണ സേനകളെ പറ്റിയുമാണ് നോക്കിയത്. ഇന്ന് നമ്മൾ ദുരന്ത പ്രതികരണ നിധികൾ ആ ഭാഗം ഒന്ന് ചർച്ച ചെയ്യുകയാണ്. ദുരന്ത പ്രതികരണ നിധികൾ അല്ലെങ്കിൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്സ്. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡമനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി പ്രകൃതി ദുരന്തങ്ങളായി അംഗീകരിച്ചിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡമനുസരിച്ച് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനായി പ്രകൃതി ദുരന്തങ്ങളായി അംഗീകരിച്ചിട്ടുള്ളവ ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റ്, ചുഴലിക്കാറ്റ്. രണ്ടാമത് വരൾച്ച. ചുഴലിക്കാറ്റ്, വരൾച്ച, ഭൂമികുലുക്കം, തീപിടുത്തം, വെള്ളപ്പൊക്കം. ചുഴലിക്കാറ്റ്, വരൾച്ച, ഭൂമികുലുക്കം, തീപിടുത്തം, വെള്ളപ്പൊക്കം. സുനാമി, ആലിപ്പഴ വർഷം, ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, പാറനിരങ്ങൽ, പാറവീഴ്ച. ഇതൊക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പാറനിരങ്ങൽ, പാറവീഴ്ച. പിന്നെന്താ? ശൈത്യതരംഗം, ഹിമാഘാതം, ഹിമപാതം, കൃഷിയിടങ്ങളിലെ വ്യാപകമായ കീടബാധ, മേഘസ്ഫോടനം. ഇവയൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങളായിട്ട് അംഗീകരിച്ചിട്ട് ഉള്ളത്. ഏതൊക്കെയാണെന്നൂടി നോക്കാം. 1 ചുഴലിക്കാറ്റ്, 2 വരൾച്ച, 3 ഭൂമികുലുക്കം, 4 തീപിടുത്തം, 5 വെള്ളപ്പൊക്കം, 6 സുനാമി, 7 ആലിപ്പഴ വർഷം, 8 ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പാറനിരങ്ങൽ, പാറവീഴ്ച, 9 ശൈത്യതരംഗം, 10 ഹിമാഘാതം, 11 ഹിമപാതം, 12 കൃഷിയിടങ്ങളിലെ വ്യാപകമായ കീടബാധ, 13 മേഘസ്ഫോടനം. ഈ പറഞ്ഞവയൊന്നും കൂടാതെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം, ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതും എന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാകുന്നതുമായ ശക്തമായ കാറ്റ് എന്നിവ സംസ്ഥാനതല ദുരന്തങ്ങളായി സർക്കാർ ഉത്തരവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ, കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന തീരശോഷണം, ചുഴലിക്കാറ്റിനേക്കാൾ വേഗത കുറവുള്ളതും എന്നാൽ ജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാകുന്നതുമായ ശക്തമായ കാറ്റ്, ഇതിനെയൊക്കെ സംസ്ഥാനതല ദുരന്തങ്ങളായിട്ട് സർക്കാർ ഉത്തരവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മേഖലയിൽ, അതായത് 80 സ്ക്വയർ മീറ്റർ വരെ ശക്തമായ മഴയും ഏതാണ്ട് 100 മില്ലിമീറ്റർ ഒരു മണിക്കൂറിനുള്ളിൽ കാറ്റും ചേർന്നുള്ള പ്രതിഭാസത്തെയാണ് മേഘസ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്നത്. മേഘസ്ഫോടനം നമ്മൾ പ്രകൃതി ദുരന്തത്തിൽ പറഞ്ഞതാണ്. എന്താണ് മേഘസ്ഫോടനം എന്നാണ് പറയുന്നത്. എന്താണ് മേഘസ്ഫോടനം? ഒരു ചെറിയ മേഖലയിൽ അതിശക്തമായ മഴയും കാറ്റും ചേർന്നുള്ള പ്രതിഭാസത്തെയാണ് മേഘസ്ഫോടനം എന്ന് പറയുന്നത്. അതിശക്തമായ മഴയും കാറ്റും ചേർന്നുള്ള പ്രതിഭാസം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മേഘസ്ഫോടനം. എത്രയുള്ള മേഖലയിൽ? 80 സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള മേഖലയിൽ ഏതാണ്ട് 100 മില്ലിമീറ്റർ, ഒരു മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്റർ വരെ മഴയും അതിന് കൂടെ കാറ്റും ചേർന്നുള്ള പ്രതിഭാസമാണ് മേഘസ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, ദേശീയ ദുരന്ത പ്രതികരണ നിധി. ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ചിലവുകൾക്കായി ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഫണ്ടാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി. എപ്പോൾ? ഈ ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തര സഹായത്തിനും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ചെലവുകൾക്ക് ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണമുള്ള ഒരു ഫണ്ടാണ് ഈ ദേശീയ ദുരന്ത പ്രതികരണ നിധി. 11ാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചിരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചിരുന്ന നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് അല്ലെങ്കിൽ NCCF എന്നാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയെ മുൻപ് അറിയപ്പെട്ടിരുന്നത്. 11ാം ധനകാര്യ കമ്മീഷൻ നിഷ്കർഷിച്ചിരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചിരുന്ന NCCF എന്നാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയെ മുൻപ് അറിയപ്പെടുന്നത്. അതായത്
ദേശീയ ദുരന്ത പ്രതികരണ നിധി മുമ്പ് എന്താണ് അറിയപ്പെട്ടിരുന്നത്? NCCF. NCCFൻ്റെ പൂർണ്ണരൂപം എന്താ? നാഷണൽ കലാമിറ്റി കണ്ടിജൻസ് ഫണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 46. സെക്ഷൻ 46 എന്താണ്? ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 46. മറക്കരുത്, സെക്ഷൻ 46 ആണ് ദേശീയ ദുരന്ത നിവാരണ പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 46. ഈ ഫണ്ടിനെ റിസർവ് ഫണ്ട്സ് നോട്ട് ബിയറിംഗ് ഇൻട്രസ്റ്റ് ഫണ്ടുകൾ, റിസർവ് ഫണ്ട്സ് നോട്ട് ബിയറിംഗ് ഇൻട്രസ്റ്റ് ഫണ്ടുകൾ എന്നതിന് കീഴിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് അക്കൗണ്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫണ്ടിനെ ഏതിന് കീഴിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? റിസർവ് ഫണ്ട്സ് നോട്ട് ബിയറിംഗ് ഇൻട്രസ്റ്റ്, ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ റിസർവ് ഫണ്ട്സ് നോട്ട് ബിയറിംഗ് ഇൻട്രസ്റ്റ് എന്നതിന് കീഴിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി ഓഡിറ്റ് ചെയ്യുന്നത്. ഈ ദേശീയ ദുരന്ത പ്രതികരണ നിധിയെ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇപ്പോഴത്തെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഈ പറഞ്ഞതിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഏതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങളെന്ന്. സംസ്ഥാന സർക്കാർ പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇടിമിന്നൽ, കടൽക്ഷോഭം, ചുഴലിക്കാറ്റ്, അതൊക്കെ. പിന്നെ മേഘസ്ഫോടനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ശക്തമായ മഴയും കൂടെ കാറ്റും അതിന് ചേർന്ന് വരുന്ന ഒരു പ്രതിഭാസമാണ് മേഘസ്ഫോടനം എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ദേശീയ ദുരന്ത പ്രതികരണ നിധി, അതായത് ദുരന്തമുണ്ടാകുന്ന സാഹചര്യത്തിൽ ചിലവിനാവശ്യമുള്ള ദുരന്തത്തിന് വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ദുരന്ത പ്രതികരണ നിധി ഫണ്ടാണ് ഏത്? ദേശീയ ദുരന്ത പ്രതികരണ നിധി. ഈ ഫണ്ടിനെ പറ്റി പറയുന്ന സെക്ഷനെ നമ്മൾ പഠിച്ചു, സെക്ഷൻ 46. സെക്ഷൻ 46ലാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയെ പറ്റി പ്രതിപാദിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? ഈ ദേശീയ ദുരന്ത പ്രതികരണ നിധിയെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ചെയ്യുന്നത്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിനെ പറ്റി നമ്മൾ പഠിച്ചു. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിനെ പറ്റിയാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിലെ സെക്ഷൻ 48(1)(a), അതായത് സെക്ഷൻ 48 (1)(a) പ്രകാരമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. 2005 വർഷം ഓർത്ത് വെക്കണം. 2005 ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 2013 ജൂലൈ 17 കേരളത്തിൽ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്. 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിലെ സെക്ഷൻ 48 (1)(a) പ്രകാരമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. 48 (1)(a). നമ്മൾ പഠിച്ച സെക്ഷൻ 46 എന്തായിരുന്നു? 46 ആണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിനെ പറ്റി പറയുന്ന സെക്ഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു സെക്ഷൻ 48 (1)(a). എന്താണ് 48 (1)(a) പറയുന്നത്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിനെ പറ്റി. 13ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് ഈ ഫണ്ട് രൂപീകരിച്ചത്. 13ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. സംസ്ഥാനത്തിനകത്ത് സംഭവിക്കുന്ന ചുഴലിക്കാറ്റ്, വരൾച്ച, ഭൂകമ്പം, വെള്ളപ്പൊക്കം, സുനാമി, ആലിപ്പഴം മണ്ണിടിച്ചിൽ, ഹിമപാതം, മേഘവിസ്ഫോടനം, കീടങ്ങളുടെ ആക്രമണം, മഞ്ഞ്, തണുത്ത തിരമാലകൾ എന്നിങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് അടിയന്തര സഹായം നൽകാനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏത് ദുരന്തമുണ്ടായാലും ആ സമയത്ത് അടിയന്തര സഹായം നൽകാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിച്ചത് 2005 സെക്ഷൻ 48 (1)(a) പ്രകാരമാണ്. 13ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അനുസരിച്ചാണ് ഈ ഫണ്ട് രൂപീകരിച്ചത്. സംസ്ഥാനത്തുണ്ടാകുന്ന ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ ചെലവിന് വേണ്ടിയാണ് ഈ ഫണ്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്.
ദേശീയ ദുരന്ത നിവാരണ വിവര സംവിധാനം എന്താണിത്? ദേശീയ ദുരന്ത നിവാരണ വിവര സംവിധാനം എന്താണെന്ന് നമുക്ക് നോക്കാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയ തലത്തിൽ ഒരു സംയോജിത ദുരന്ത വിവരശേഖരം എന്ന ആശയം കൊണ്ടുവന്നു. ഇതിനായി ആവിഷ്കരിക്കപ്പെട്ട സംവിധാനമാണ് NDMIS, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ദുരന്ത നിവാരണ വിഭാഗം, സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം എന്നിവയാണ് ഈ സംവിധാനത്തിൻ്റെ പങ്കാളികൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ദുരന്ത നിവാരണ വിഭാഗം, സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം എന്നിവയാണ് ഈ NDMISൻ്റെ സംവിധാനത്തിൻ്റെ പങ്കാളികൾ. ദുരന്തങ്ങളുടെ വർഗീകരണം, ദുരന്ത പ്രതികരണവും സമാശ്വാസവുമായി ബന്ധപ്പെട്ട വിവിധ മാനദണ്ഡങ്ങൾ, ഘടകങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മനുഷ്യജീവനുണ്ടാകുന്ന നഷ്ടങ്ങൾ, പരിക്കുകൾ, കന്നുകാലികൾ, മറ്റു ജീവന ഉപാധികൾ, ആസ്തികൾ തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്നിവ കൃത്യമായി വിലയിരുത്തി ദുരന്താനന്തര നാശനഷ്ടങ്ങൾ കണക്കാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ NDMISൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഈ സംഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കണക്കാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിൽ ആരൊക്കെയാണുള്ളത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ദുരന്ത നിവാരണ വിഭാഗം, സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം, ഇതൊക്കെ ചേർന്നതാണ് NDMIS. അടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, CMDRF. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിലവിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ധനകാര്യ സെക്രട്ടറിയുടെ ഹാൻഡ് ആൻഡ് സീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതെങ്കിലും CMDRF നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പാണ്. അതായത് CMDRFൻ്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് തൻ്റെ വകുപ്പിൻ്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിലവിൽ പൂർണ്ണമായിട്ടും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ധനകാര്യ സെക്രട്ടറിയുടെ ഹാൻഡ് ആൻഡ് സീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ കൂടിയും ഇത് നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പാണ്. അതായത് CMDRFൻ്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് തൻ്റെ വകുപ്പിൻ്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഇത് സാധ്യമാകൂ. ഇവിടെ പ്രധാന റോൾ ആർക്കാണ്? റവന്യൂ സെക്രട്ടറിക്കാണ്. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഈ ഫണ്ടൊക്കെ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. വിവരാവകാശ നിയമം CMDRFന് ബാധകമാണ്. വിവരാവകാശ നിയമം CMDRFന് ബാധകമാണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. CMDRFനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ CMDRF വിവരാവകാശ നിയമത്തിന് കീഴിൽ വരുന്ന ഒരു ഭാഗമാണ്. CMDRF ഫണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് അക്കൗണ്ട് ജനറലാണ്. CMDRFൻ്റെ ഫണ്ടുകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? കൺട്രോൾ ആൻഡ് അക്കൗണ്ട് ജനറൽ. കൺട്രോൾ ആൻഡ് അക്കൗണ്ട് ജനറലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ദേശീയ ദുരന്ത പ്രതികരണ നിധി ഓഡിറ്റ് ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറലാണ്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ടുകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത് കൺട്രോൾ ആൻഡ് അക്കൗണ്ട് ജനറലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മഴ മുന്നറിയിപ്പുകൾ. നിറങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മഴ മുന്നറിയിപ്പുകളാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മഴയുടെ തീക്ഷ്ണത നിർണ്ണയിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാനായി വെള്ള, പച്ച എന്നീ കളർ കോഡുകൾ കൂടി ഉണ്ട്. ഏറ്റവും കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാനായിട്ട് വെള്ളയും പച്ച എന്നീ കളർ കോഡുകളാണ് ഉള്ളത്. ലൈറ്റ് കളറാണ് നോ റെയിൻ, മോഡറേറ്റ്, പച്ച മോഡറേറ്റ്. പ്രധാനമായിട്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വെളുപ്പ്, പച്ച എന്നീ കളർ കോഡുകൾ എന്താണ്? കുറഞ്ഞ മഴയാണ് സൂചിപ്പിക്കുന്നത്. ഇവ 64.5 മില്ലിമീറ്ററിൽ കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്നതും സാധാരണ നിലയിൽ അപകട സാധ്യത ഇല്ലാത്തതുമാണ്. 64.5 മില്ലിമീറ്റർ
തോതിലുള്ള മഴയെ സൂചിപ്പിക്കാൻ വേണ്ടി മഴ മുന്നറിയിപ്പ് ഏതൊക്കെ നിറങ്ങളാണ് നൽകുന്നത്? വെള്ളയും പച്ചയും. എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ തീവ്രത കുറഞ്ഞ മഴയാണ് ലഭ്യമാകുന്നതെങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് മഴ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ തീവ്രത കുറഞ്ഞ മഴയാണ് ലഭ്യമാകുന്നതെങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് മഴ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കളർ കോഡും റെയിൻഫാൾ ഇൻറ്റൻസിറ്റി, അതായത് മില്ലിമീറ്റർ സെൻറ്റിമീറ്ററിൽ റെയിൻഫാളിൻ്റെ ഇൻറ്റൻസിറ്റിയും കളർ കോഡുമാണ് നോക്കുന്നത്. യെല്ലോ അതായത് മഞ്ഞയാണെങ്കിൽ എന്താണ്? ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ. യെല്ലോ കളർ കോഡാണെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് സൂചിപ്പിക്കുന്നത്. എത്ര വരെ? 64.5 ടു 115.5 മില്ലിമീറ്റർ. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 6.45 സെൻറ്റിമീറ്റർ ടു 11.55 സെൻറ്റിമീറ്റർ. നമ്മൾ ഓർത്ത് വെക്കുക, മഞ്ഞ കളർ കോഡാണെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ സൂചിപ്പിക്കുന്നു. വെള്ളയും പച്ചയും എന്തായിരുന്നു? വെള്ളയും പച്ചയുമാണ് സാധാരണ നിലയിലുള്ള മഴ. അപകട സാധ്യതകളൊന്നുമില്ലാത്ത കുറഞ്ഞ തോതിലുള്ള മഴയെ സൂചിപ്പിക്കാനാണ് വെള്ളയും പച്ചയും. മഞ്ഞ എന്താണ്? ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ സൂചിപ്പിക്കുന്നു. അടുത്തത് ഓറഞ്ച് അലേർട്ട്. അതൊക്കെ നമ്മൾ കേൾക്കാറില്ലേ വാർത്തയിൽ? ഓറഞ്ച് അലേർട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴ. ഓറഞ്ച് അലേർട്ടാണെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയാണ് ഓറഞ്ച് അലേർട്ട് സൂചിപ്പിക്കുന്നത്. യെല്ലോ അലേർട്ട് പറയുന്നത് എന്താണ്? ബി അപ്ഡേറ്റഡ്. ഓറഞ്ച് ആണെങ്കിൽ ബി പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. കാരണം എന്താണ്? ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ മഴയാണ് ഓറഞ്ച് അലേർട്ട് കൊണ്ട് സൂചിപ്പിക്കുന്നത്. യെല്ലോ അലേർട്ട് എന്താണ്? ബി അപ്ഡേറ്റഡ് ആണ്. നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റെഡ് അലേർട്ട് എന്താണ്? വാണിംഗ് ആണ്. ടേക്ക് ആക്ഷൻ. റെഡ് അലേർട്ട് ടേക്ക് ആക്ഷൻ, വാണിംഗ് ആണ്. എന്താണ്? അതിതീവ്ര മഴയാണ് റെഡ് അലേർട്ട് സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കണം, മഞ്ഞ കളർ കോഡാണെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ. ഓറഞ്ച് ആണെങ്കിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴ. എന്നാൽ റെഡ് ആണെങ്കിൽ തീവ്ര മഴ, അതിതീവ്ര മഴയാണ് റെഡ് സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിയ ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് മേഘസ്ഫോടനം? ഒരു ചെറിയ മേഖലയിൽ അതിശക്തമായ മഴയും കാറ്റും ചേർന്നുള്ള പ്രതിഭാസത്തെയാണ് മേഘസ്ഫോടനം എന്ന് പറയുന്നത്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയെ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഏത് സെക്ഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് രൂപീകരിച്ചത്? 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമത്തിലെ സെക്ഷൻ 48(1)(a). സെക്ഷൻ 46 എന്താണ്? ദേശീയ ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 46. അടുത്തത് CMDRF, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ട് പിൻവലിക്കാനുള്ള അധികാരം ആർക്കാണ്? ധനകാര്യ സെക്രട്ടറിയുടെ ഹാൻഡ് ആൻഡ് സീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. ഈ CMDRFൻ്റെ ഫണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? കൺട്രോൾ ആൻഡ് അക്കൗണ്ട് ജനറലാണ് CMDRFൻ്റെ ഫണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത്. CMDRF വിവരാവകാശത്തിന് ബാധകമാണോ? വിവരാവകാശത്തിന് ബാധകമാണ്. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? 24 മണിക്കൂറിൽ 24 മണിക്കൂറിൽ 6 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 6 cm മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ്
ഏത് നൽകുന്നത്? യെല്ലോ അലേർട്ട് നൽകുന്നത്. ഒരു ക്വസ്റ്റ്യൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയ തലത്തിൽ ഒരു സംയോജിത ദുരന്ത വിവര ശേഖരം എന്ന ആശയം കൊണ്ടുവന്നു. ഇതിനായി ആവിഷ്കരിക്കപ്പെട്ട സംവിധാനമാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ